ഹരികൃഷ്ണ, നമ്മളെ പടക്ക കമ്പനി കത്തിപ്പോയടാ. ഈ കപ്പൽ ആടി ഉലയുകയാണ്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അല്ല, ഒന്ന് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നില്ല. തോറ്റൊരു ടീം പിന്നെയും തോക്കുന്നത് തന്നെ അങ്ങനെ കണ്ടോണ്ടിരിക്കുക എന്ത് രസമുള്ളത്. തോറ്റു എന്ന് മനസ്സിലാക്കാൻ നിർത്തിപ്പോയി കൂടെ, അത് നിങ്ങൾ ചെയ്യില്ല. ഇതുവരെയുള്ള ഫലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമുണ്ടായെന്നാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി LDF എന്ന നിലയിലും ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവരെ മുടിയും. ഭരണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല. ഇപ്പോരാ, ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് വരട്ടെ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. കൊടുങ്കാട്ടിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഇതുമാതിരി പറപ്പ് പണിയെന്ന് പറയും. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. സമ്പൂർണ്ണ ചാച്ചരട ബന്ദർക്ക ബച്ചേ. എനിക്കൊരു ചായം മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. AKG സെന്ററിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ എം മണിയുടെ വാക്കുകൾ. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല അളിയ. സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത്. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നും അല്ല. എടോ തിരുമണ്ട, അന്നയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. ജനങ്ങളുടെ പൈസയാണത്. അതും മറന്നും കൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ധിക്കാരവും അഹങ്കാരവും. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. വാങ്ങി സാപ്പാട് അടിക്കാൻ കൊടുത്താൽ അപ്പൊ തിരിഞ്ഞ് വോട്ട് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നന്നായിട്ടുണ്ട്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.